ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലീനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉഴുന്നുവടയാണ്. നമ്മൾ കടയിൽ നിന്നും വാങ്ങിച്ച് കഴിക്കാറില്ലേ, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട. ആ ഉഴുന്നുവട നമുക്ക് ഇന്ന് വീട്ടിൽ തയ്യാറാക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ഉഴുന്നുപരിപ്പാണ്. ഈ ഉഴുന്ന് ഞാൻ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത് വെള്ളം കളഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് 5 പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, 1 കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് കേട്ടോ. അരിയുന്നതിനേക്കാൾ നല്ലത് കല്ലിൽ നല്ലപോലെ ചതച്ചെടുക്കുന്നതാണ്. പിന്നെ കുരുമുളക് 1 ടേബിൾ സ്പൂൺ ചതച്ചെടുത്തതാണത്. പിന്നെ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, ആവശ്യത്തിന് ഓയിൽ, കുറച്ച് വെള്ളം, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഈ ഉഴുന്ന് അരച്ചെടുക്കാം. മുഴുവനും ഒന്നിച്ചിടരുത്, ആദ്യം കുറച്ച് കുറച്ചായി ഇട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചത്, എന്നാൽ ശരിക്കും അങ്ങ് അരഞ്ഞിട്ടില്ല. അപ്പം നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി അരച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കരുത്, 1 ടേബിൾ സ്പൂൺ വെള്ളം. ഞാൻ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് അരച്ചെങ്കിലും ശരിക്കും അരഞ്ഞു കിട്ടിയിട്ടില്ല. വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ കൂടെ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഉഴുന്നും ഇതേപോലെ അരച്ചെടുക്കാം. ഇപ്പോൾ 2-3 പ്രാവശ്യമായി ഞാൻ ഉഴുന്ന് അരച്ചെടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് ഉഴുന്നുവട ഉണ്ടാക്കാനുള്ള മാവിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതിൽ നിന്നും ഒരു അല്പം മാവ് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇട്ട് നോക്കാം. അപ്പോൾ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കുവാണെങ്കിൽ നമ്മുടെ മാവ് കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ മാവ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് കണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ഉഴുന്നുവടയുടെ മാവ് പെർഫെക്റ്റായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട്. അരച്ചെടുത്ത മാവ് ഞാനൊരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അരച്ചെടുത്ത മാവുണ്ടല്ലോ, നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു 5 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശരിക്കും മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നമ്മുടെ വട നല്ല സോഫ്റ്റ് ആവുക. ഇത് കൈകൊണ്ട് ചെയ്യണമെങ്കിൽ കൈകൊണ്ട് ചെയ്യാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. അതുകൊണ്ടൊരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഈ മാവ് നല്ലതുപോലെ 5 മിനിറ്റ് നേരം ആ സ്പൂൺ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ 3 പ്രാവശ്യമായിട്ടാണല്ലോ മാവ് അരച്ചെടുത്തത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി നല്ല സോഫ്റ്റായി. ഇനി നമുക്കിത് കറക്റ്റ് പാകമായോ എന്നറിയാൻ ഒരു സ്പൂണിൽ 1 സ്പൂൺ എടുത്തിട്ട് നമുക്ക് നോക്കാം. കണ്ടോ, ഇതിങ്ങനെ തിരിച്ച് പിടിക്കുമ്പോൾ താഴേക്ക് വീഴാൻ പാടില്ല. കണ്ടോ, ഞാനിപ്പോൾ ഇത് തിരിച്ച് പിടിച്ചിട്ടും ഈ മാവ് താഴേക്ക് വീഴുന്നില്ല. കണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മാവ് ഉഴുന്നുവടയ്ക്കുള്ള മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ്. ഇനി നമുക്ക് ഈ മാവിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, കുരുമുളക് ക്രഷ് ചെയ്തത്, ഇഞ്ചി, കറിവേപ്പില അരിഞ്ഞത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് യോജിക്കണം ഇതെല്ലാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചതും ഇട്ടിട്ടില്ല, ഉപ്പും ഇട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഇനി ഈ മാവ് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സവാളയും ഉപ്പും ഇട്ടിട്ടുണ്ടെങ്കിൽ സവാളയിൽ നിന്നുള്ള ജലാംശം കംപ്ലീറ്റ് ഇതിലേക്ക് വരും. അതുപോലെ ഉപ്പ് അലിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ വെള്ളവും ഇതിലേക്ക് വരും. അപ്പോൾ നമ്മളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി തെറ്റും. ഇതിപ്പോൾ കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ
നമ്മൾ സവാളയും ഉപ്പും നമ്മൾ വട ചുടുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് സവാളയും ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിന് അളവ് കൂടുതലാണെന്ന് തോന്നിയാൽ ഇതിലേക്ക് ഇപ്പോൾ സവാളയുടെ വെള്ളം, ഉപ്പിൻ്റെ വെള്ളമൊക്കെ വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ സവാളയുടെ വെള്ളം ഇതിലേക്ക് കൂടുതലായിട്ടുണ്ടെങ്കിലും ഉപ്പിൻ്റെ ഉണ്ടെങ്കിലും ഈ അരിപ്പൊടി അത് വലിച്ചെടുത്തോളും. അതുമാത്രമല്ല നമ്മുടെ വട നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള വട നമുക്ക് കിട്ടുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഈ അരിപ്പൊടി ഇടുന്നത്. അപ്പം ഞാനിതിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ മാവിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലാണെങ്കിൽ നിങ്ങൾ 3 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അരിമാവ് ചേർക്കാവുന്നതാണ്. ഇനി അരിമാവ് മിക്സ് ചെയ്യുമ്പോൾ അധികം അരിമാവ് ചേർക്കരുത്. അങ്ങനെ ചേർത്താലേ മാവ് ഡ്രൈ ആയി പോവും. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന വടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം വളരെയധികം ശ്രദ്ധിച്ച് വേണം ഈ അരിപ്പൊടി അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാനൊരു കടായി വെച്ച് അതിലേക്ക് നമ്മളുടെ വട ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് നല്ലപോലെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോരോ വടകളുണ്ടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. തന്നെ നമുക്ക് ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാവ് എടുത്തിട്ട് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ കയ്യിൽ ഒട്ടാതിരിക്കാനാണ്. അപ്പോൾ നമ്മുടെ കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം വേണം നമുക്ക് മാവ് എടുത്തിട്ട് വടയുടെ ഷേപ്പാക്കാൻ. ആദ്യം നമുക്ക് നമ്മുടെ വലത് കൈ വെള്ളത്തിലൊന്ന് മുക്കാം. നമ്മുടെ ഇടത് കൈയുടെ കൈപ്പത്തിയും ഒന്ന് മുക്കണം. അതിനുശേഷം ഇതിൽ നിന്നും ഒരു ഉരുളയെടുത്ത്, അധികം ഉരുട്ടരുത്, അപ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ അതിനുശേഷം നമ്മളെ കൈപ്പത്തിയിലേക്ക് വെക്കാം. എന്നിട്ട് മെല്ലെ ഒന്ന് ഷേപ്പാക്കാം. ഇതിന് ശേഷം നമ്മൾ നമ്മുടെ ചൂണ്ടാണി വിരൽ വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഇതിൻ്റെ നടുക്ക് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇനി നമുക്കിത് വലത് കൈയിലേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം ഉടനെ തന്നെ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആദ്യം ഇട്ട വട നമുക്ക് കോരിയെടുക്കാം. നമുക്ക് ഇത് കൊടുക്കാം. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ ഉഴുന്നുവട റെഡിയായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ താങ്ക് യു.